ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബ്രൈറ്റർ സൈഡ്. ഏപ്രിൽ 1 മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയായി. അതായത് 2019 2020 വർഷം ആരംഭിക്കുകയായി. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ GSTയിലും അതുപോലെ തന്നെ ഇൻകം ടാക്സിലും പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ വന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദായ നികുതിയിൽ ആണ് കൂടുതൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് നോക്കാം. ആദായ നികുതി റിബേറ്റ് 2500 നിന്നും 12500 വരെ ആകും. 5 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് 12500 രൂപയുടെ നികുതി റിബേറ്റ് ലഭിക്കും. അവർക്ക് നികുതി നൽകേണ്ടി വരില്ല. എന്നാൽ 5 ലക്ഷത്തിൽ കൂടുതലായാൽ 2.5 ലക്ഷം മുതലുള്ള വരുമാനത്തിന് നികുതി നൽകണം. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനെ കുറിച്ചുള്ളതാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 40,000 നിന്നും 50,000 ആകും. ഇപ്പോൾ 40 ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് 50,000 ആക്കുകയാണ് ഈ 2019-20 മുതൽ. അതുപോലെ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ വീടുകൾ ഉണ്ടെങ്കിൽ മറ്റു വീടുകൾ, നമ്മൾ താമസിക്കാത്ത മറ്റു വീടുകൾ ഒഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ അതിന് കിട്ടാവുന്ന വാടക കണക്കാക്കി നികുതി നൽകണമെന്ന വ്യവസ്ഥ ഇല്ലാതാകും. പക്ഷെ ഇതുവരെ നമുക്കത് അടച്ചിട്ടിരുന്നാൽ പോലും നമുക്കതിന് നികുതി നൽകേണ്ടിയിരുന്നു. എന്നാൽ ഇനി അങ്ങനെ ഒന്നിൽ കൂടുതൽ വീടുകൾ ഉണ്ടെങ്കിൽ മറ്റു വീടുകൾ ഒഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് അതിന് കിട്ടാവുന്ന വാടക കണക്കാക്കി നികുതി നൽകണമെന്ന വ്യവസ്ഥ മാറ്റം വരികയാണ്. അങ്ങനത്തെ വ്യവസ്ഥ ഇല്ലാതാവുകയാണ്. അപ്പോൾ അതൊന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അടുത്തത് സ്ഥിര നിക്ഷേപത്തിന്മേലുള്ള TDS പരിധിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ സ്ഥിര നിക്ഷേപത്തിന്മേലുള്ള TDS പരിധി 10,000 രൂപയിൽ നിന്നും 40,000 ഉയർത്തുമെന്നാണ് ഇപ്പോഴത്തെ ബജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സെസ് ആണ്. വിദ്യാഭ്യാസ സെസ് 3% നിന്ന്, അല്ലെങ്കിൽ 3% 4% ആയി മാറി. അത് ആരോഗ്യ വിദ്യാഭ്യാസ സെസ് എന്നാണ് അതിനിട്ടിരിക്കുന്ന പേര്. അപ്പോൾ വിദ്യാഭ്യാസ സെസ് 3% നിന്ന് 4% ആരോഗ്യ വിദ്യാഭ്യാസ സെസ് ആയി മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നികുതി റിട്ടേൺ സമർപ്പിക്കാൻ ആധാർ നമ്പർ നിർബന്ധമാകും. അപ്പോൾ ആധാർ നമ്പർ ഇല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ കഴിയില്ല. അത് കാരണമുള്ള ഒരുപാട് ദോഷവശങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. അടുത്ത പ്രധാനപ്പെട്ട മാറ്റങ്ങൾ GSTയെ സംബന്ധിച്ചുള്ളതാണ്. GST രജിസ്ട്രേഷനുള്ള വരുമാന പരിധി 20 ലക്ഷത്തിൽ നിന്ന് 40 ലക്ഷമാകും. അപ്പോൾ ഇതുവരെയുള്ള അതിൽ നിന്ന് ഡബിളായിട്ട് ഒരു പരിധി നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ 20 നിന്ന് 40 ആകുന്നു. അതുപോലെ തന്നെ സേവനങ്ങൾക്കുള്ള പരിധി 20 ലക്ഷമായി തുടരും. അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കോമ്പോസിഷൻ സ്കീമിൽ വ്യാപാരികൾ, ഉൽപാദകർ, റെസ്റ്റോറന്റ് തുടങ്ങിയ സേവനങ്ങൾ എന്നിവയുടെ പരിധി 1.5 കോടി. ചരക്ക് വ്യാപാരികൾ, ഉൽപാദകർ എന്നിവർക്ക് നികുതി 1%, റെസ്റ്റോറന്റുകൾക്ക് 5% എന്നിങ്ങനെയാണ്. ഒരിക്കൽ പറയാം. കോമ്പോസിഷൻ സ്കീമിൽ വ്യാപാരികൾ, ഉൽപാദകർ, റെസ്റ്റോറന്റ് അവരുടെ സേവനങ്ങളുടെ പരിധി 1.5 കോടിയാണ്. ചരക്ക് വ്യാപാരികൾ, ഉൽപാദകർ അവർക്ക് നികുതി 1%, റെസ്റ്റോറന്റുകൾക്ക് 5%. അതുപോലെ തന്നെ 50 ലക്ഷം വരുമാനമുള്ള മറ്റു സേവനങ്ങൾക്ക് 6% GST എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പുതിയ സാമ്പത്തിക വർഷത്തിൽ, അതായത് 2019-2020 സാമ്പത്തിക വർഷത്തിൽ GSTയിലും അല്ലെങ്കിൽ ഇൻകം ടാക്സിലും ഉണ്ടായിരിക്കാവുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക. പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഈ ഇൻഫർമേഷൻസ് ഞാൻ കളക്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ കമൻ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.